സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഇടിവിൽ വലിയ പ്രതീക്ഷ പുലർത്തേണ്ടതില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ. ആഗോള രംഗത്ത് അനിശ്ചിതാവസ്ഥയും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു വിലക്കുറവ് സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതേണ്ടെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിലുണ്ടായ ഇടിവിൽ പ്രതീക്ഷ അധികം പുലർത്തേണ്ടതില്ലെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന സൂചന. ദീർഘകാലയളവിലല്ലെങ്കിലും ഒരു സമീപ ഭാവിയിലെങ്കിലും സ്വർണത്തിന്റെ വിലയിൽ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടതും. കാര്യമായിട്ടുള്ള ഒരു വിലക്കുറവ് സ്വർണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ആഗോള രംഗത്ത് അനിശ്ചിതാവസ്ഥയും സംഘർഷാവസ്ഥയും നിലനിൽക്കുകയാണ്. ഇപ്പോൾ തുടങ്ങിയ ഈ വിലക്കുറവ് ഒരു താൽക്കാലിക കാര്യം മാത്രമായിരിക്കും. ദീർഘകാലയളവിൽ അല്ലെങ്കിൽ ഒരു സമീപ ഭാവിയിലെങ്കിലും സ്വർണത്തിന്റെ വിലയിൽ വർധനവ് തന്നെയാണ് പ്രതീക്ഷിക്കാനായി കഴിയുകയും സ്വർണ്ണവില 1 ലക്ഷം എന്നത് സാധാരണ കാര്യമായിട്ടാണ് ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അത് അങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ വില സാധാരണക്കാരനെ മാത്രമല്ല ഇടത്തരക്കാരനെയും ബുദ്ധിമുട്ടിക്കുന്നതാണ്. വലിയ സ്വർണ്ണ നിക്ഷേപകരെ സംബന്ധിച്ച് ആഭരണങ്ങളല്ലാതെ സ്വർണത്തിൽ നിക്ഷേപിക്കാനുള്ള മറ്റ് പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടത്തരക്കാരെ സംബന്ധിച്ചും പണം കിട്ടുമ്പോൾ കുറച്ച് മിച്ചമുണ്ടാകുമ്പോൾ സമ്പാദ്യമുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി 1 ഗ്രാം അല്ലെങ്കിൽ 2 ഗ്രാമൊക്കെ വാങ്ങാനേ അവർക്ക് കഴിയുകയുള്ളൂ. ആഗോളതലത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര ബാങ്കുകൾ വലിയ രീതിയിൽ സ്വർണം വാങ്ങിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ചൈന വാങ്ങുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെല്ലാം വാങ്ങി തുടങ്ങി. അവർ വൈവിധ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ വിദേശ നാണയം മുമ്പൊക്കെ ഡോളറിലായിരുന്നു, അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളായിരുന്നു. ഇപ്പോൾ ഈ അമേരിക്ക സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കാരണം അമേരിക്കയുടെ ബന്ധപ്പെട്ട എല്ലാത്തരം നിക്ഷേപങ്ങളിൽ നിന്നും ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളുമെല്ലാം തന്നെ അവരുടെ നിക്ഷേപം വൈവിധ്യവൽക്കരിക്കുകയാണ്. സ്വാഭാവികമായും ആ വൈവിധ്യവൽക്കരണം നടക്കുമ്പോൾ ഒരു മുഖ്യ പങ്ക് സ്വർണത്തിലേക്കും വെള്ളിയിലേക്കുമൊക്കെയാണ് പോകുന്നത്. ഡയറക്റ്റ് പർച്ചേസ് ആണ് നടക്കുന്നത്. പല രീതിയിലുള്ള വളഞ്ഞ വഴികളിലൂടെയും പരോക്ഷമായ മാർഗങ്ങളിലൂടെയും രഹസ്യമായ രീതികളിലൂടെയും ഒക്കെ ഇവർ വാങ്ങിക്കൂട്ടുകയാണ്. ഇതാണ് ഇതിന്റെ വില കുറയാതിരിക്കുന്നത്. ഈ സാഹചര്യം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് സ്വർണ്ണവില വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ നൽകുന്ന സൂചന. സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇനി അധികം കാക്കേണ്ടതില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.